എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മളെ ചതിച്ചിട്ട് പോയ ആളുകളെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ചതിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ പതുക്കെ നമ്മളിൽ നിന്ന് ഒഴിവായിപ്പോയി മറ്റു ബന്ധങ്ങളിലേക്ക് പോകും. അതിന് പല കുറ്റങ്ങളും നമ്മളോട് പറയും. അതുവരെ നല്ല സ്നേഹത്തിൽ സംസാരിച്ചിരുന്ന ആളുകൾ പിന്നെ കുറ്റങ്ങളായിരിക്കും നമ്മളോട് പറയുന്നത്. ഒരു രീതിയിലും നമ്മളോട് സഹകരിച്ച് പോകാനുള്ള ഒരു താല്പര്യം അവർ കാണിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് വളരെ ശ്രദ്ധയോടും കോൺസെൻട്രേഷനോടും കൂടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് പല കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ഫലം കിട്ടാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മാറ്റവും ഗുണവും പെട്ടെന്ന് തന്നെ ലഭിക്കും. ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യം, ഏത് വ്യക്തിയാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയുടെ പേര് ഒരു പേപ്പറിൽ എഴുതിയതിനു ശേഷം അതിൽ കുറച്ച് കല്ലുപ്പ് ഇടുക ആ പേപ്പറിലേക്ക്. എന്നിട്ടത് കുറച്ച് കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച്. അതിട്ടതിന് ശേഷം അത് നന്നായി മടക്കി കയ്യിൽ പിടിച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ രാവിലെ ഒരു 10 മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിരുന്ന് ഒരു 10-11 പ്രാവശ്യം നിങ്ങൾ ശ്വാസം ദീർഘമായി എടുത്ത് അത് സാവധാനം പുറത്തേക്ക് വിടുക. അപ്പോൾ അതങ്ങനെ വിടുമ്പോൾ ആ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പേപ്പർ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി, നിങ്ങളെ ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതായിട്ട് നിങ്ങളിങ്ങനെ മനസ്സിൽ കാണുക. നിങ്ങളോട് വളരെ സ്നേഹത്തോടെ അവർ പെരുമാറുന്നതും സന്തോഷത്തോടെ അവർ നിങ്ങളുമായിട്ട് ഇടപഴകുന്നതും, നിങ്ങൾ എങ്ങനെയാണോ അവരുമായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചത്, അത് അതേ രീതിയിൽ നിങ്ങൾ കാണും. ഇത് 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാം. അത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കെടുക്കാൻ നേരത്തും നിങ്ങൾക്കത് ചെയ്യാം. ഇല്ലെങ്കിൽ രാവിലെ എന്തായാലും എഴുന്നേറ്റ പാട് നിങ്ങൾ ചെയ്യുക. പിന്നെ രാത്രി കഴിയുമെങ്കിൽ രാത്രി ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ മാത്രം ചെയ്താലും മതി. അത് 21 ദിവസം നിങ്ങൾ തുടരുക. അത് തുടർന്ന് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളത് വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റ് ചിന്തകളൊന്നും നിങ്ങളിലേക്ക് വരാതിരിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പല ആളുകൾക്കും അതാണ് പ്രശ്നം. കണ്ണടച്ചിരുന്നാൽ ഉടനെ ആ വ്യക്തിയെക്കുറിച്ചുള്ള മറ്റു പല ചിന്തകൾ, അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഓരോ ചിന്തകൾ വന്നിട്ട് ഒരു കോൺസെൻട്രേഷനോട് കൂടി അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം നടക്കില്ല. അത് അത്രയും ശ്രദ്ധ അതിലേക്ക് മാത്രം കൊടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ആ കാര്യം നടക്കുള്ളൂ. മറ്റ് ചിന്തകളില്ലാതെ നിങ്ങളത് ചെയ്യണം. പല ആളുകൾക്കും അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ പറ്റുമ്പോഴാണ് പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതിന് മറ്റ് വഴികളുണ്ട്. അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്താണ് അതിന് മറ്റു പരിഹാരം, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കേണ്ടത് എന്നറിയണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.